ബ്രദറെ, ഇത് അജയൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. ഈ ബ്രദർ പറയുന്ന ബ്രദറിന് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായതിനെ തുടർന്ന് കാലിന്റെ ചിരട്ട പൊട്ടി 1 മാസം നടക്കാൻ പറ്റാതെ കിടപ്പിലായിരുന്നു. ഡോക്ടർ പറഞ്ഞായിരുന്നു ഇനി നടക്കാനായിട്ട് സാധിക്കത്തില്ല. ഒരു മിനിറ്റ് ചോദിച്ചോട്ടെ, ബ്രദറിന്റെ പേര് പറഞ്ഞേ? അജയൻ. എവിടുന്നാ വരുന്നേ? തൊടുപുഴന്നാ വരുന്നത്. എന്താ സംഭവിച്ചത്? ബൈക്കും ഓട്ടോറിക്ഷയും കൂടെ കൂട്ടിയിടിച്ചു. ചിരട്ടമുട്ട് പൊട്ടിപ്പോയായിരുന്നു. പിന്നെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് കമ്പിട്ടു, നടക്കാൻ പറ്റാന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തു, കമ്പി ഇട്ടു, എന്നിട്ടും നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഓക്കെ, കാരണം ചിരട്ട എന്തുവായിരുന്നു? ചിരട്ടയ്ക്ക് എന്തോ സംഭവിച്ചു? ചിരട്ട പൊട്ടിപ്പോയി. ചിരട്ട പൊട്ടിപ്പോയതിന്റെ ഭീകരത എന്ന് പറയാവോ? പൊടിഞ്ഞു പോയതാണോ? 3 കഷ്ണമായതാണോ? ചിരട്ട ഇപ്പോഴും ഉണ്ടല്ലോ കാലില്, ചിരട്ടയുണ്ട്. ഓക്കെ, അപ്പോ 2-3 കഷ്ണങ്ങളായി പൊട്ടിപ്പോയി. ഓക്കെ, ഇപ്പൊ ചിരട്ട മാറ്റി വെച്ചാൽ പോലും നടക്കാൻ പറ്റില്ല എന്നാണോ പറഞ്ഞത്? നടക്കാൻ എന്തുമായിരിക്കും ബുദ്ധിമുട്ട്? സ്റ്റിഫായി പോകും, വടി പോലെ ഇരിക്കും, വളയത്തില്ല. ഓക്കെ, ഗുഡ്. എന്നിട്ട് ഞാൻ ഫെബ്രുവരി 5 വന്നായിരുന്നു. ഏത് മാസത്തിൽ? 2019 ഫെബ്രുവരിയിൽ നടന്ന കാര്യമോ? ഓക്കെ, ഈ ബ്രദർ പറയും 5 വന്ന ഡെലിവറി മീറ്റിംഗ് വന്ന് ജോൺ ബ്രദർ പ്രാർത്ഥിച്ചോ, ഇപ്പൊ പൂർണ്ണ സൗഖ്യമായി എന്നാണ് ബ്രദർ. ഓടി നടക്കുക. 2019 നടന്ന കാര്യമാണ്. ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നു. തനിക്ക് എന്താ പറ്റിയാടാ? നടക്കത്തില്ലേ നീ? അതിലേ നടക്കത്തുള്ളൂ. ഏത് കാലിനാ കുഴപ്പം? കാണിച്ച കാലിൻ്റെ കുഴപ്പം എവിടെയാണ്? യേശു എടുത്ത് അത്ഭുതക്കാരൻ തൊട്ടാട്ടെ. ഈ മുട്ട് ശരിയാവട്ടെ. നടക്ക. ഒന്ന് കൈയടിച്ചു ആമീൻ പറഞ്ഞേ. വടിയായിട്ടേ നടക്കത്തുള്ളൂ. എന്തോ പറഞ്ഞേ? വാക്കറായിട്ടേ നടക്കത്തുള്ളൂ. വാക്കറായിട്ടല്ലേ പറ്റത്തുള്ളൂ എന്നല്ലേ പറഞ്ഞേ? ആ വാക്കറെടുത്തോണ്ട് നടന്നേ, ഞാനത് കാണട്ടെ. ചുണയായിട്ട് കൈയടിച്ചേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ആമീൻ പറഞ്ഞേട്ടെ. അനുഗ്രഹത്തിന് ഒരു കാലമുണ്ട്, ഉയർച്ചയ്ക്ക് ഒരു കാലമുണ്ട്. ഈ ബ്രദറിന്റെ ഉയർച്ചയുടെ കാലഘട്ടത്തിലായിരിക്കട്ടെ ഇത്. ഒന്ന് ചുണയായി കൈയടിക്കാം, ആമീൻ പറയാം. സന്തോഷത്തോടെ കർത്താവിനെ ആർത്തു വിളിച്ചൊരു ആമീൻ പറയാം. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ എന്നെ ധാരാളം പേര് കാണുന്നുണ്ട് ഈ സമയത്ത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഡോക്ടർമാര് നടക്കില്ല എന്ന് പറയുന്നിടത്ത്, ഇനി ഒരിക്കലും സൗഖ്യം ആകില്ല എന്ന് പറയുന്നിടത്ത്, കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പറയുന്നിടത്ത്, അത്ഭുതപൂർവമായിട്ട് നിന്നെ സൗഖ്യമാക്കാൻ, നടത്താൻ, കമോൺ കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറ. അങ്ങനെ ചെയ്യാൻ കഴിയുന്നൊരു നല്ല ദൈവത്തെയാണ് ഇന്ന് നമ്മൾ സേവിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് കൈ അടിച്ചൊരു ആമീൻ പറയാം. ആ കാലൊന്ന് മടക്കി കാണിക്കാവോ? നമ്മളെയൊക്കെ നന്നായിട്ട് മടക്കും. കർത്താവിനൊരു നല്ല ആമീൻ പറയാൻ, കർത്താവ് ചെയ്യുന്ന നന്മകൾക്ക് നന്ദി പറയാൻ സന്തോഷത്തോടെ പോയാൽ